Dear students, welcome to Winners Academy Calicut, NAOS മലയാളം ക്ലാസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠം 15 കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയാണ് നമ്മൾ അപഗ്രഥിക്കുന്നത്. കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത് OV വിജയനാണ്. മലയാള സാഹിത്യത്തിലെ വളരെയധികം സൂക്ഷ്മമായ ഭാവനയോടുകൂടി കഥാപാത്രങ്ങളെ നിരൂപണം ചെയ്ത് സാധാരണ മനുഷ്യന്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെയും പരിശോധിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് OV വിജയൻ. അദ്ദേഹത്തിന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന വളരെ ജീവിതഗന്ധിയായ ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം വെള്ളായി അപ്പനാണ്. പഴുതര ഗ്രാമത്തിലെ നിരക്ഷരനായ ഒരു സാധാരണ കർഷകനാണ് വെള്ളായി അപ്പൻ. ആ ഗ്രാമവാസികൾക്ക് വെള്ളായി അപ്പനെ വളരെയധികം സ്നേഹമാണ്. എല്ലാവരും വെള്ളായി അപ്പനെ കാർണോർ എന്നാണ് വിളിക്കാറുള്ളത്. ഇങ്ങനെ വളരെ ചെറുതാണെങ്കിലും സന്തോഷകരമായ ജീവിതം നയിക്കുന്ന വെള്ളായി അപ്പന്റെ ജീവിതത്തിലേക്ക് ആണ് ആ ദുഃഖവാർത്ത എത്തുന്നത്. തന്റെ പ്രിയപ്പെട്ട മകനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ദയനീയമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടണം എന്നറിയാതെ ഒരു പൊതിച്ചോറുമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന നിരക്ഷരനായ, അതിനേക്കാളുപരി സ്നേഹസമ്പന്നനായ വെള്ളായി അപ്പനെ ആണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രാമവാസികൾക്ക് വെള്ളായി അപ്പനോട് എത്രത്തോളം സ്നേഹമുണ്ടോ അതേപോലെ തന്നെ തൻ്റെ മകനോട് വളരെയധികം സ്നേഹം വെള്ളായി അപ്പനുണ്ടായിരുന്നു. അങ്ങനെ പഴുതര ഗ്രാമവാസികൾക്ക് ഈ ഒരു വാർത്ത വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഗ്രാമ്യമായ വേഷവും ആയിട്ട് കയ്യിലൊരു പൊതിച്ചോറുമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. വികാരഭരിതമായിട്ടുള്ള രംഗമാണ് അദ്ദേഹം അവിടെ കാണുന്നത്. അങ്ങനെ തൻ്റെ മകനെ വധശിക്ഷയ്ക്ക് വിധിച്ച് പൊതിഞ്ഞു കെട്ടിയ ആ മൃതദേഹവും കൊണ്ട് അദ്ദേഹം നേരെ കടപ്പുറത്തേക്കാണ് പോകുന്നത്. അതാണ് കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ തലവാചകം ഇതിന് വന്നത്. എന്നാൽ തൻ്റെ മകനെ കൃത്യമായ രീതിയിൽ സംസ്കരിക്കാൻ കയ്യിൽ പണമില്ലാത്ത അദ്ദേഹം ആ കടൽ തീരത്തെ വെളിം പ്രദേശത്ത് തൻ്റെ പ്രിയപ്പെട്ട അരുമ മകനെ എന്ത് ചെയ്യാണ്, സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊതിച്ചോറ് താഴോട്ട് തൂവുമ്പോൾ ആ താഴെ വീണ് കിടക്കുന്ന പൊതിച്ചോറ് ആർത്തിയോടുകൂടി വന്ന് കാക്കകൾ തിന്നുമ്പോൾ അത് ബലിച്ചോറായി മാറുകയാണ്. ജീവിതത്തിന്റെ ഏതോ വിധി വൈപരീത്യം എന്ന് പറയാം. പൊതിച്ചോറായി കൊണ്ടുപോയ ചോറ് അവസാനം ബലിച്ചോറായിട്ട് മാറുന്ന ദയനീയമായ ഒരു അവസ്ഥ. ഇത് പുത്തുബന്ധത്തിന്റെ ആഴം എത്രത്തോളമുണ്ട് എന്ന് നമ്മുടെ ഈ കവിതയിൽ OV വിജയൻ വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. അപ്പൊ ജീവിതഗന്ധിയായ വെള്ളായി അപ്പന്റെ വളരെ മനോഹരമായ, അതിനേക്കാൾ ഉപരി ദയനീയമായിട്ടുള്ള ഒരു കഥയാണ് കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ. പാഠം 16 കഥയും കഥാപാത്രങ്ങളും. ഗീതാഹിരണ്യൻ, കഥയും കഥാപാത്രങ്ങളും, ശ്രീ ഭഗവതി എന്നാണ് ഈ കഥയുടെ പേര്. ഇത് എഴുതിയിട്ടുള്ള ഗീതാഹിരണ്യനാണ്. ഗീതാഹിരണ്യൻ മലയാളത്തിലെ നിരൂപണ പ്രസ്ഥാനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്ന വ്യക്തിയാണ്. കഥകളെയും സാഹിത്യത്തെയും അതിൻ്റെ നന്മകളെയും തിന്മകളെയും കഥാപാത്രങ്ങളെയും വ്യത്യസ്ത തലത്തിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് കഥാപാത്ര നിരൂപണം ചെയ്യുന്നതിൽ ഗീതാഹിരണ്യന് മുഖ്യ കഴിവുണ്ട്. ഇവിടെ മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ അപമാനത്തെയാണ്
ഈ കഥ വരച്ചു കാട്ടിയത്. അല്ലെങ്കിൽ അവഗണന എന്ന് പറയാം. മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ പെറ്റമ്മയെ പോലെയാണ്. പെറ്റമ്മയെയും പിറന്ന നാടിനെയും സ്വന്തം ഭാഷയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നാൽ മലയാള ഭാഷയ്ക്ക് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള അവഗണന, അതിനെക്കുറിച്ചാണ് അദ്ദേഹം കഥയും കഥാപാത്രങ്ങളും എന്ന് പറയുന്ന ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥയിലൂടെ ഇതാക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ്. ഒരു കഥയിലെ സംഭവങ്ങൾ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കഥാപാത്രത്തിനോ അല്ലെങ്കിൽ കഥാകാരനോ കവിക്കോ അല്ലെങ്കിൽ എഴുത്തുകാരനോ സാഹിത്യകാരനോ പറയാനുള്ള തന്റെ കാര്യങ്ങൾ, തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, താൻ അനുഭവിക്കുന്ന ചുറ്റുപാടിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുന്നത് കഥാപാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. കഥാപാത്ര നിരൂപണത്തിന്റെ ആദ്യഘട്ടം കഥാപാത്രത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഓരോ കഥാപാത്രത്തിനും കഥയിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം നായകൻ, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വില്ലനായിട്ട് വരുന്ന പ്രതിനായകൻ, ഇതുകൂടാതെ ഒരുപാട് ഉപകഥാപാത്രങ്ങളും ആ കഥയിലുണ്ടാകും. ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നൂലിഴ ബന്ധമുള്ള വളരെയധികം ആളുകൾ ഉണ്ടാവും. ആ ആളുകളെയാണ് നമ്മൾ കഥാപാത്രങ്ങളായിട്ട് കാണുന്നത്. അപ്പൊ കഥയിൽ എന്താണോ പറയാനുള്ളത് അത് കഥാപാത്രങ്ങളെ കൊണ്ട് എഴുത്തുകാരൻ ശരിക്കും പറയാൻ ഇവിടെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഥാപാത്ര നിരൂപണത്തിന്റെ ആദ്യഘട്ടം കഥാപാത്രത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ നാടോടിക്കഥ, പുരാണകഥ, അതേപോലെ തന്നെ ഇതിഹാസ കഥകളിലൊക്കെ നമുക്കറിയാം ശിഷ്ട കഥാപാത്രങ്ങളും ദുഷ്ടകഥാപാത്രങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളും മോശം കഥാപാത്രങ്ങളും. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് ശിഷ്ട കഥാപാത്രങ്ങളെന്നും ദുഷ്ടകഥാപാത്രങ്ങളെന്നും പറയാം. ഈ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സ്ഥാനങ്ങൾ, ശരി തെറ്റ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിനനുസരിച്ച് കഥാപാത്രങ്ങളെ നിർണയിക്കുകയാണ്. ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം കഥാപാത്രം, തെറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം കഥാപാത്രം, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം കഥാപാത്രം, അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം കഥാപാത്രം. ഇങ്ങനെ നന്മ തിന്മകളെ തരംതിരിച്ചുകൊണ്ട് കഥാപാത്രങ്ങളെ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുത്തുകാരൻ നിർണയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആ കഥാപാത്രങ്ങളെ നിർണയിക്കുമ്പോൾ അവിടെ സ്ത്രീകള്, കുട്ടികള്, അധസ്ഥിതരായിട്ടുള്ള ആളുകള്, രോഗികളായിട്ടുള്ള ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, ആലംബഹീനരായിട്ടുള്ള ആളുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം കഥാപാത്രത്തെ വിലയിരുത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കഥയിൽ സ്ത്രീക്ക് കൊടുക്കേണ്ടത് സ്ഥാനം കൃത്യമായ രീതിയിൽ കൊടുത്തിരിക്കണം. അധസ്ഥിത വർഗങ്ങൾക്ക് കൊടുത്തിരിക്കേണ്ട സ്ഥാനം കൃത്യമായി കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ദരിദ്രരും, അതേപോലെ തന്നെ ആലംബഹീനരും, ആരോരുമില്ലാത്ത ആളുകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ആ കഥാപാത്രത്തില് മുഖ്യ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ കഥയിലെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കഥാപാത്രത്തെ കൃത്യമായ രീതിയിൽ നിർണയിക്കുമ്പോഴാണ് ഒരു കഥ അതിൻ്റെതായ കൃത്യമായ രൂപത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകളെയും അധസ്ഥിതരെയും രോഗികളെയും ദരിദ്ര വിഭാഗങ്ങളെയും ആലംബഹീനരായിട്ടുള്ള ആളുകളെയും ചിത്രീകരിക്കുമ്പോൾ അവിടെ നിലവിലുള്ള സാമൂഹിക സാഹചര്യം എന്താണോ ആ നിലവിലുള്ള സാമൂഹിക സാഹചര്യത്തിനനുസരിക്കുന്ന രീതിയിലായിരിക്കണം അവർക്ക് സ്ഥാനങ്ങളും അതേപോലെ തന്നെ അവരുടെ കഥയിലെ റോളുകളും നൽകേണ്ടത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രീ ഭഗവതിയിലെ നായിക എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നായികയാണ്. അതിലെ സ്ത്രീ കഥാപാത്രമായിട്ടുള്ള നായിക, അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഭർത്താവിനോട് തുറന്ന് കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് തുറന്ന് കാര്യങ്ങൾ പറയുന്നു.
ഭർത്താവ് കരയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് അതേപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമല്ല ശ്രീ ഭഗവതിയിൽ നമ്മൾ കാണുന്ന നായിക കഥാപാത്രം. അവൾക്ക് പറയാനുള്ളത് തുറന്നടിച്ചു പറയുകയും അത് ഭർത്താവിന്റെ മുമ്പിലായാലും കുടുംബത്തിന്റെ മുമ്പിലായാലും സമൂഹത്തിന്റെ മുമ്പിലായാലും അവൾ തുറന്നടിച്ച് പറയുന്നു എന്നതാണ് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ഇവിടെ ഈ നായിക കേവലം ശ്രീ ഭഗവതിയിലെ ഒരു കഥാപാത്രം മാത്രമല്ല, ഇതൊരു സാമൂഹികമായ വിലയിരുത്തൽ കൂടിയാണ്. സമൂഹത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു. ജെൻഡർ ഈക്വാലിറ്റി അല്ലെ സ്ത്രീ പുരുഷ സമത്വം എന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ പറയുമ്പോഴും അവിടെ സ്ത്രീകൾ എന്താണ് അടിച്ചമർത്തപ്പെടുന്നു. സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ്. സ്ത്രീകൾ എന്താണ് സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് വരണ്ട തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി ഭർത്താവിനോട് തെറ്റാണെന്ന കാര്യത്തെ തുറന്നു പറയാനുള്ള മനോഭാവം കാണിക്കുന്നു. അതേപോലെ തന്നെ കുടുംബത്തിലും സമൂഹത്തിലും തുറന്നടിച്ച് അഭിപ്രായം പറയുന്ന വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു മൂർത്ത രൂപമായിട്ട് ഇവിടെ ശ്രീ ഭഗവതിയിലെ നായിക മാറുന്നു എന്നുള്ളതാണ്. അപ്പോ സീതാകിരണ്യൻ ശ്രീ ഭഗവതി എന്ന് പറയുന്ന കഥയും കഥാപാത്രങ്ങളുടെയും എങ്ങനെ നിർണ്ണയിക്കണം എന്ന് പറയുന്ന ഈ കഥയിലൂടെ പറയുന്നത് മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ അവഗണനയെ കൂടിയാണ് എന്താക്കുന്നത് ഇത് കാണിക്കുന്നത്. ഭാഷയ്ക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ എഴുതപ്പെടുന്ന കഥകളും എന്താണ് അത്തരത്തിലുള്ളതായിരിക്കും. അപ്പം ഭാഷ എത്രത്തോളം സജീവമാകുന്നോ അത്രത്തോളം ആ ഭാഷയിൽ എഴുതപ്പെടുന്ന കഥാപാത്രങ്ങളും കഥയ്ക്കും ശക്തി ഉണ്ടാകുമെന്ന് പറയുന്ന ഏറ്റവും വലിയ വസ്തുത ഇവിടെ നാം കാണുകയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് പാഠം 17 പൊന്നൊരുക്കുകയാണ് പൂച്ചെ. മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് പൊന്നൊരുക്കുകയാണ് പൂച്ചെ. സാധാരണഗതിയിൽ നമ്മൾ ഇതിന് പറയോ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയുന്ന സാധാരണ പഴഞ്ചൊല്ലുണ്ട്. അതിനെയാണ് പൊന്നൊരുക്കുകയാണ് പൂച്ചെ, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അമ്മാളു അമ്മ, ഗോപാലൻ നായർ, അവരുടെ മക്കളായിട്ടുള്ള വാസുദേവനും വസുമതിയുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാള ഭാഷ നിലവിൽ നേരിടുന്ന എന്ന് പറയുന്ന ഭരണഭാഷയായിട്ട് നമ്മൾ എന്താ മലയാള ഭാഷയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ എന്താണ് പ്രഥമ ഭാഷയായിട്ട് മാറണം. അങ്ങനെ ഒരു നാട്ടിൽ ഒരു ദേശത്ത് ജനിച്ചു വളരുന്ന ആ വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെ പൊതുസമൂഹം ആ നാടിന്റെ ഭാഷ മാതൃഭാഷ കൃത്യമായ രീതിയിൽ പഠിച്ച് വളരേണ്ടതുണ്ട് എന്ന ഏറ്റവും വലിയ ആദർശമൊക്കെ നമുക്കുണ്ടായിട്ടും നിലവിൽ മലയാള ഭാഷ ഏറ്റവും വലിയ അവഗണന നേരിടുന്നു എന്ന വസ്തുതയാണ് ഈ കഥയിലൂടെ എന്താക്കുന്നത് ചിത്രീകരിക്കപ്പെടുന്നത്. ഇവിടെ വാസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളുമുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നില്ല. ഇംഗ്ലീഷ് എന്താണ് പറയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവന് ഉള്ള ഏറ്റവും വലിയ പരാജയം. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കണമെന്ന് തീരുമാനമെടുത്ത ആ കുടുംബത്തിൽ തുളസിയില പോലെ നാവ് ചലിക്കുന്ന അമ്മയെ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു തുളസിയില പോലെ ചെറുതാണ് അമ്മയുടെ നാവ്. അല്പം മാത്രമേ അമ്മ സംസാരിക്കാറുള്ളൂ. പക്ഷേ അമ്മ നറു തേൻ പോലെ ഉള്ള മലയാളത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. മമ്മി എന്നും ഡാഡി എന്നും വിളിച്ച് ഈ കുടുംബത്തിൽ ശീലിച്ചിട്ടില്ല. അമ്മ എന്ന് പറയുന്ന അക്ഷരങ്ങളിലൂടെയാണ് ഈ കുടുംബത്തിൽ കുട്ടികൾ വളർന്നത്. അപ്പൊ അമ്മ മലയാളം പറയുന്നു. അമ്മ മലയാളം പറയുന്നത് കൊണ്ടാണ് എനിക്കെന്താണ് ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തത്. വീടിനേക്കാളും നാടിനേക്കാളും നല്ലത് ഫ്ലാറ്റ് ജീവിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അഹങ്കാരം കിട്ടിയ വാസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അമ്മ മലയാളം സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസപരമായ പരാജയം ഇവിടെ എന്താണ് കഥാകാരൻ ശരിക്ക് എടുത്തു കാണിക്കുകയാണ്. അവൻ നേടേണ്ട വിദ്യാഭ്യാസം അവരവൻ തന്നെ സ്വായത്തമാക്കണം എന്ന ഏറ്റവും വലിയ തത്വം മനസ്സിലാക്കുന്നതിൽ വാസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രം പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തുള്ള മുഴുവൻ രക്ഷിതാക്കളും അല്ലെ മാതാപിതാക്കളും സാധാരണ എന്താണ് കർഷക തൊഴിലാളികളാകാം, ഗ്രാമജീവിതം നയിക്കുന്നവരാകാം, നിരക്ഷരാകാം.
അവരുടെ വിദ്യാഭ്യാസത്തിലൂടെയല്ല കുട്ടികൾ വളരുന്നത്. കുട്ടികൾ വിദ്യാഭ്യാസം നേടുമ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അവർക്ക് ആർജിക്കേണ്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവ ആർജിച്ചെടുക്കണം എന്ന അതാണ്. അതിൽ പരാജയപ്പെട്ട വാസുദേവൻ എന്ത് ചെയ്യാണ്? അമ്മയെ എന്താണ് ശരിക്കു പറഞ്ഞാൽ വീട്ടിൽ നിന്നും തള്ളിയിറക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ നാടും വീടും ഉപേക്ഷിച്ച് ഫ്ലാറ്റിൽ പോയി താമസിച്ച് ഇംഗ്ലീഷ് പറയുന്നവരുടെ കൂടെ കൂടി ഇംഗ്ലീഷ് പറയാമെന്ന വ്യാമോഹത്തില് ജീവിക്കുന്ന കഥാപാത്രമായിട്ട് മാറുന്നു. ആധുനിക ഭാഷ, ആധുനികമായ മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ അവഗണനയെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയാണ് എല്ലാമെന്നും അതിനു മുമ്പിൽ മലയാളം ഒന്നുമല്ല എന്ന് എന്താണ് ചിന്തിക്കുന്ന ഒരു തലമുറയെ കുറിച്ചുള്ള ശരിക്കു പറഞ്ഞാൽ വിലാപം തന്നെയാണ് പൊന്നുരുക്കുകയാണ് പൂച്ചെ എന്ന് പറയുന്ന കഥയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയിട്ടുള്ളത്. അടുത്ത പാഠം 18 അജഗജാന്തരം. അജം എന്ന് പറഞ്ഞാൽ ആന, ഗജം അജം എന്ന് പറഞ്ഞാൽ ആട്, ഗജം എന്ന് പറഞ്ഞാൽ ആന. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഏറ്റവും ചെറുതും ഏറ്റവും വലുതും തമ്മിലുള്ള എന്താണ് അന്തരം, വ്യത്യാസം. ഇവിടെ എസ് വി വേണുഗോപാൽ ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം നാണുക്കുട്ടി എന്ന ആനപ്പാപ്പാനാണ്. നാണുക്കുട്ടി വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ആനപ്പാപ്പാനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഏത് ശല്യക്കാരനായ ആനയെയും ഏത് തരത്തിലുള്ള അക്രമം കാണിക്കുന്ന ആനയെയും കൃത്യമായ രീതിയിൽ തളയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ള പാപ്പാനാണ് ആര്? ഇവിടെ നാണുക്കുട്ടി എന്ന് പറയുന്ന. അപ്പൊ അങ്ങനെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആനയെ പരിപാലിച്ച നമ്മുടെ നാണുക്കുട്ടിക്ക് പിന്നീട് ഒരു മോഹം വരികയാണ്. ഭൂമിയിലെ ഏറ്റവും ചെറിയൊരു ജീവിയായിട്ടുള്ള ഒരാടിനെ മേച്ച് നടക്കണമെന്ന്. ആനയെ മേച്ച് നടന്നതുപോലെ അദ്ദേഹത്തിന് ഒരാടിനെ മേച്ച് നടക്കണമെന്ന് പറയുന്ന ഒരു മോഹമുണ്ടാകുകയാണ്. ഇവിടെ ജീവിതത്തിലെ ചെറുതും വലുതും അതേപോലെ തന്നെ ചെറിയ കാര്യവും വലിയ കാര്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ കഥാകാരൻ എടുത്ത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു വെള്ള ആടിനെ അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പം ഇവിടെ ആന കറുത്തതാണ്, ആട് വെളുത്തതാണ്. കറുപ്പും വെളുപ്പും ചെറുപ്പവും അതേപോലെ തന്നെ വലുപ്പവും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തിലൂടെ കഥയെ താരതമ്യം ചെയ്യാണ് കഥാകാരൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ആനയെ മേച്ച് നടക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ആടിനെ മേച്ച് നടക്കുക എന്ന് പറയുന്നത്. ആനയെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ആടിനെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. ഏറ്റവും വലിയ കാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പം ചെറുതും വലുതും കറുപ്പും വെളുപ്പും നിസ്സാരവും സാരവുമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങളെ താരതമ്യം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ് മികച്ചത്, ഏതാണ് ശ്രേഷ്ഠം, ഏതാണ് ശ്രേഷ്ഠമല്ലാത്തത് എന്നുള്ളതാണ്. അപ്പം ഒരാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അല്ലെങ്കിൽ മികച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് ഏറ്റവും മികച്ച കാര്യമാകണമെന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത് മറ്റൊരാൾക്ക് ഒരു ചെറിയ കാര്യമാകാം. ഒരാൾക്ക് ഏറ്റവും ചെറിയ ഒരു കാര്യമായിട്ടുള്ളത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് മാറാം എന്ന അജഗജാന്തരം എന്ന് പറയുന്ന ഒരു താരതമ്യ പഠനം തന്നെയാണ് ഈ കഥയിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത് എസ് വി വേണുഗോപാലൻ നടത്തിയിട്ടുള്ളത്. അടുത്ത പാഠം 19 കർണപർവം. ഇത് SR ലാൽ രചിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥയാണ്. ഇന്ന് വർത്തമാനകാല സമൂഹത്തിൽ എല്ലാ മാതാപിതാക്കളും നേരിടുന്ന ആത്മസംഘർഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. മാതാപിതാക്കൾ തങ്ങളുടെ സുഖവും സന്തോഷവും എല്ലാവിധ സൗകര്യങ്ങളും ജീവിത സുഖവും മാറ്റിവെച്ച് സ്വന്തം മക്കളെ ഏറ്റവും നന്നായി പഠിപ്പിച്ച് അവരെ വലിയ നിലയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് അവസാനം സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
കർണപർവം എന്ന് പറയുന്ന ഈ കഥയില് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നാടകക്കാരൻ, സെബാസ്റ്റ്യന്റെ അച്ഛൻ നാടകത്തെ വളരെയധികം ഇഷ്ടമാണ്. തന്റെ മകൻ ഒരു നാടക നടനായി മാറുന്നതിൽ അപ്പന് വളരെയധികം ഇഷ്ടമുണ്ട്. എന്നാൽ അപ്പാപ്പന് അതിനോട് ഒട്ടും യോജിപ്പില്ല. എങ്കിലും സെബാസ്റ്റ്യൻ ഏകദേശം 100ഓളം വേദികളില് കർണനെ അവതരിപ്പിച്ചു. അങ്ങനെ ആ നാടക സമിതിയില് പിന്നീട് സെബാസ്റ്റ്യൻ കർണൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ഇവിടെ നാടക അഭിനയത്തിന് വേണ്ടി റിഹേഴ്സലുകളെല്ലാം ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ പെട്ടെന്ന് സീരിയലിലേക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിലേക്ക് പോയി മറിയുകയാണ് ചെയ്യുന്നത്. അവസാനം സെബാസ്റ്റ്യന് നാടക കമ്പനി പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ വളർന്നു വലുതാക്കണമെന്ന് തോന്നിയ ആളുകൾ തളർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് കഥ അവസാനം കൊണ്ട് എത്തിക്കുന്നത്. അതേപോലെ തന്നെ കലാക്ഷേത്ര സമിതി, ആ കലാക്ഷേത്ര സമിതിയിലെ അവസാനം നാടകം എന്ന് പറയുന്ന അവസ്ഥയില്ല, അത് പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ മക്കളെല്ലാം പഠിച്ച് ഉന്നത നിലയിലെത്തിയപ്പോൾ അഭിനയിക്കുന്നവർ സീരിയലുകളും സിനിമയിലും കണ്ടെത്തി വലിയ ലോകത്തേക്ക് പോകുന്നു. അവരെ എത്തിച്ച മാതാപിതാക്കൾ അവസാനം ഒറ്റപ്പെടുന്നു. അങ്ങനെ രോഗം വന്ന് വയ്യാതായി നിന്ന അപ്പനെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സാണ് മക്കൾ ഒരുക്കി കൊടുത്തത്. സ്വന്തം മക്കളുടെ ലാളിത്യത്തിലെ ശുശ്രൂഷയില് ജീവിക്കേണ്ട മാതാപിതാക്കൾ അവസാനം ഹോം നേഴ്സിന്റെ ശുശ്രൂഷയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവിടെ അപ്പന് വളരെയധികം ദുഃഖമുണ്ടാകുന്നു. മക്കൾ ചെയ്ത ഈ പ്രവൃത്തി വളരെ മോശമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ സെബാസ്റ്റ്യന്റെ പേരിൽ എഴുതി വെച്ചിരുന്ന 2 ഏക്കർ സ്ഥലം അവസാനം ഹോം നേഴ്സിന് ഇഷ്ടദാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ടവരാണ് ഏറ്റവും ഉന്നതയിൽ എത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ സുഖവും എല്ലാ ജീവിതവും എല്ലാ സന്തോഷങ്ങളും മാറ്റി തന്റെ മക്കളെ തങ്ങളുടെ മക്കളെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മക്കളെ ഉന്നത നിലയിലെത്തിക്കുന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പരാജയത്തെ കുറിച്ചാണ്, അവരുടെ ജീവിതത്തിന് അവസാനം ഏറ്റവും വലിയ പരാജയം ഒന്നൂക്കിൽ ഹോം നേഴ്സിന്റെ അധീനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങളിലോ പുവർ ഹോമുകളിലോ വൃദ്ധസദനങ്ങളിലോ കഴിയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ് കർണപർവം എന്ന് പറയുന്ന ഈ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.